The next topic is IRDA, Insurance Regulatory Development Authority Act 1999. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IRDA ആക്റ്റുകളെ കുറിച്ചും അതേപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് IRDA പിന്നെ IRDA രൂപീകരിച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രീവിയസ് ക്ലാസ്സുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ലോ റിലേറ്റിംഗ് ടു ലൈഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ദ ഇൻഷുറൻസ് ആക്ട് 1938 1938 ഒരു ഇൻഷുറൻസ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദെൻ അതിൽ ആ ആക്ടിൽ മറ്റേ ജനറൽ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956 കുറിച്ച് പറഞ്ഞു. ആ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956 എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ നാഷണലൈസേഷൻ ആണ് 1956. Today our topic is the Insurance Regulatory and Development Authority Act. The Insurance Regulatory and Development Authority Act 1999, that is IRDA Act. Adile IRDA Act is an act to provide for the establishment of an authority to protect the interest of holders of insurance policy, to regulate, promote and ensure orderly growth of insurance industry, and for matters connected therewith or incidental thereto, for force to amend the Insurance Act. അതായത് IRDA Act to provide for the establishment of an authority to protect the interest of holders of insurance policy, policy holders-ന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഓതറൈസ്ഡ് ബോഡിയാണ് ഇത് IRDA. IRDA എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. അവിടെ എന്താ പറയുന്നത്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. അപ്പോൾ തന്നെ അവിടെ ഇത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് 1999 അത് പാസ്സാക്കിയിരിക്കുന്നത്. IRDA ആക്ട് ഈസ് ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതോറിറ്റി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഹോൾഡേഴ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസി. പോളിസി ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ടു റെഗുലേറ്റ്, പ്രൊമോട്ട് ആൻഡ് എൻഷുർ ഓർഡർലി ഗ്രോത്ത് ഓഫ് ദ ഇൻഷുറൻസ് ഇൻഡസ്ട്രി ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെർവിത്ത് ആൻഡ് ഇൻസിഡന്റൽ ദെർടു ഫോർ ദെർടു അമെൻഡ് ദ ഇൻഷുറൻസ് ആക്ട്. പിന്നീട് 1938 ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ദ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956 ആൻഡ് ദ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് 1972 ഇതെല്ലാം അമെൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളതാണ് IRDA ആക്ട്. IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട്. കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഹിസ്റ്ററിയാണ് ഇനി നമുക്ക് നോക്കുന്നത്. ഇൻ April 1993 the government of India set up a high-powered committee headed by Sri R.N. Malhotra, the former governor, Reserve Bank of India, to examine the structure of insurance industry and recommend changes to make it more efficient and competitive, keeping in view the structural changes in other part of the financial system of the economy. The committee submitted its report on the 7th January 1994. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 1993 1993 കാലഘട്ടങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാസ് സെറ്റ് ഹൈ പവേർഡ് കമ്മിറ്റി ഹെഡഡ് ബൈ ശ്രീ R.N. മൽഹോത്ര കമ്മിറ്റി രൂപീകരിച്ചു. മൽഹോത്രയുടെ നേതൃത്വത്തോടു കൂടിയിട്ടാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഫോർമർ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടു എക്സാമിൻ ദ സ്ട്രക്ചർ ഓഫ് ദി ഇൻഷുറൻസ് ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുകയും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നമ്മൾ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ മൽഹോത്ര കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് ഇൻഡസ്ട്രി ആൻഡ് റെക്കമെൻഡഡ് ചേഞ്ചസ് ടു മേക്ക് ഇറ്റ് മോർ എഫിഷ്യന്റ് ആൻഡ് കോമ്പറ്റേറ്റീവ്, കീപ്പിംഗ് ഇൻ വ്യൂ ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ അതർ പാർട്ട് ഓഫ് ദി ഫൈനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദി എക്കോണമി. ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്. അതിനുശേഷം മൽഹോത്ര കമ്മിറ്റി പിന്നീട് അതിനെക്കുറിച്ച് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കുറിച്ച്, ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുകയും അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ട് ഓൺ 7th January 1994 അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. The committee felt that insurance regulatory system should be activated even in the present setup is nationalized insurance sector and recommended that 1993 കമ്മിറ്റി രൂപീകരിക്കുന്ന 1994 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
The committee felt that the insurance regulatory system should be activated even in the present setup of nationalized insurance sector, and recommended the establishment of the strong and effective insurance regulatory authority in the form of a statutory autonomous board on the lines of the Security Exchange Board of India. SEBI പോലെ തന്നെയുള്ള ഒരു autonomous body ഇൻഷുറൻസ് സെക്ടറിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു autonomous body നിലവിൽ വരണമെന്നായിരുന്നു 1994 റെക്കമെൻഡേഷൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇനി ആ റെക്കമെൻഡേഷൻ കമ്മിറ്റിയിലെ the recommendations of the committee were discussed at different forums like the consultative committee of the parliament attached to the Ministry of Finance, management of LIC, GIC and its subsidiary companies, chambers of commerce, trade unions and various consumer interest groups. The recommendation to set up the autonomous insurance regulatory authority got wide support. അതായത് recommendation of the committee were discussed at different forums. പല ഫോറംസും അത് ഡിസ്കസ് ചെയ്യുകയായിട്ടുണ്ട്. അതിൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ് അറ്റാച്ച്ഡ് ടു ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മാനേജ്മെന്റ് ഓഫ് LIC, GIC ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറി കമ്പനീസ്, ചേംബർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് വേരിയസ് കൺസ്യൂമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്സ്. Then the recommendation to set up an autonomous insurance regulatory authority got wide support. ഇങ്ങനൊരു ഓട്ടോണമസ് ബോഡി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വൈഡ് സപ്പോർട്ടാണ് അതിന് ലഭിച്ചിരിക്കുന്നത്. ഇൻ വ്യൂ ഓഫ് ദ സപ്പോർട്ട് റിസീവ്ഡ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ടു ബ്രിങ് ഇൻ എ ലെജിസ്ലേഷൻ ടു എസ്റ്റാബ്ലിഷ് ആൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ദ ഇൻഷുറൻസ് ഇൻഡസ്ട്രി. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ക്രിയേറ്റ് ചെയ്തു. On 20th December 1996, 1996, ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഇൻഷുറൻസ് അതോറിറ്റി ബിൽ. 1996 ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് റെഗുലേറ്ററി ബില്ല് ആവിഷ്കരിച്ചു. 1996 for establishment of an authority to protect and ensure orderly growth of the insurance industry. However, the bill could not be passed due to some reasons and the government withdrew the bill. പിന്നീട് later, the 15th December 1998, Insurance Regulatory Bill 1998 was introduced, providing for setting a statutory insurance regulatory authority containing 3 schedules, Incorporation Amendment, the Insurance Act. 1938, Life Insurance Corporation Act 1956, General Insurance Act, with a view to permit the entire private Indian companies to the insurance sector. However, the bill could not be taken up for a consideration due to the dissolution of the Lok Sabha. 1998 ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതേസമയം തന്നെ 3 ഷെഡ്യൂൾസ് ഇൻകോർപ്പറേറ്റീവ് അമെൻമെന്റ്, അതായത് 1938 ഇൻഷുറൻസ് ആക്ടും 1956 ആക്ടും 1972 ജനറൽ ഇൻഷുറൻസ് ആക്ടും പ്രധാന ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു IRDA ആക്ട് നിലവിൽ വരാനായിട്ടുള്ള ശുപാർശ ഉണ്ടായത്. പിന്നീട് അത് ലോകസഭയിലേക്ക് പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫൈനലി an act called the Insurance Regulatory and Development Authority Act 1999 passed by Indian Parliament on 29th December 1999 in the 15th year of the Republic of India. അതിന് ഏറ്റവും അവസാനം 1999 ഡിസംബർ 29th IRDA ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. Finally, an act called the Insurance Regulatory and Development Authority Act 1999 was passed by Indian Parliament on 29th December 1999 in the 50th year of the Republic of India. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് IRDA ആക്ട് എന്ന് പറയുന്നത് 1999 ഡിസംബർ 29 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ട് നിലവിൽ വന്നിരിക്കുന്നതാണ് IRDA ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അത് ഏത് വർഷം മുതൽ അതിന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചിട്ടാണ്. 1993 തന്നെ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. മൽഹോത്ര കമ്മിറ്റി എന്നാണ് അറിയപ്പെടുക. മൽഹോത്ര ഫോർമർ RBI ഗവർണറാണ്. ദെൻ ആ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള റിപ്പോർട്ട് ഏൽപ്പിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. റിപ്പോർട്ട് അപ്പം തന്നെ 1994 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അത് ഇൻഷുറൻസ് സെക്ടറിനെ ഇതിനൊക്കെ പ്രധാന എയിം എന്ന് പറയുമ്പോൾ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്, ഇൻഷുറൻസിന്റെ പോളിസി ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടണം, ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ബോഡി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഓട്ടോണമസ് ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള
ഈ ബോഡീസിന്റെ ഈ ഒരു കമ്മിറ്റി ഇതിന്റെ IRDA പോലെയുള്ള ആക്ടിന്റെ ആവശ്യം. അപ്പൊ അങ്ങനെ ആ മൽഹോത്ര കമ്മിറ്റി ആ റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം പിന്നീട് ഇതിനെ ഒരുപാട് LIC, GIC, ചാമ്പർ ഓഫ് കൊമേഴ്സ് ഇതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും എല്ലാ മേഖലയിൽ നിന്നും അത് സപ്പോർട്ട് ചെയ്യുകയും അതിന് ശരിയായിട്ടുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 1938ലെയും 1956ലെയും 1972ലെയും ഇൻഷുറൻസ് ആക്ടുകളുടെയൊക്കെ മെയിൻ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടാണ് പുതിയ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി കോമ്പോസിഷൻ ഓഫ് IRDA. The authority is a body corporate having perpetual succession and a common seal with a power to acquire, hold and dispose of property and to contract. അപ്പോൾ ഇത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, അതാണ് IRDA എന്ന് പറയുന്നത്. അതോറിറ്റി ഈസ് എ ബോഡി കോർപ്പറേറ്റ്. IRDA എന്ന് പറയുന്ന ഒരു അതോറിറ്റി ആണ്. ദാറ്റ് ഈസ് എ ബോഡി കോർപ്പറേറ്റ്, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ, സ്ഥായി ആയിട്ടുള്ള നിലനിൽപ്പുണ്ട്. ആൻഡ് എ കോമൺ സീൽ വിത്ത് എ പവർ ടു അക്വയർ, ഹോൾഡിംഗ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ടു കോൺട്രാക്ട്. ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺസ് ആൻഡ് അതർ മെമ്പേഴ്സ് not exceeding 9 in number, or whom not more than 5 shall be full-time members and 4 part-time members. The members are to be appointed by the central government from amongst persons of the ability, integrity and standing who have knowledge and experience of life insurance, general insurance, actual science, finance, economics, law, accountancy, administration or any other disciplines which in the opinion of the central government shall be useful to authority. Then the chairperson and other full-time members shall hold office for the term of 5 years or until the age of 65 years in the case of chairperson and 62 years in the case of other full-time members, whichever is earlier, and they shall be eligible for appointment of subject to age consideration. Apart from time, member shall hold office for not exceeding 5 years. അപ്പോൾ ഇത്രയും ഇതാണ് കോമ്പോസിഷൻ ഓഫ് IRDA. ഇങ്ങനെയാണത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിലെന്തൊക്കെ പറയുന്നുണ്ട്? അതിൽ ദ മെമ്പേഴ്സ് ആർ ടു ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് IRDAയിലുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഫ്രം എമംഗ്സ്റ്റ് പേഴ്സൺസ് ഓഫ് എബിലിറ്റി, ഇന്റഗ്രിറ്റി, സ്റ്റാൻഡിംഗ് who have knowledge and experience of life insurance, general insurance, actual science, finance, economics, law, accountancy, administration or any other discipline which in the opinion of the central government shall be useful to this authority. പിന്നെ the chairperson and other full-time members shall be hold office or term of 5 years until the age of 65 years. 65 വയസ്സ് വരെയാണ് അതിന് കാലാവധി. അതിൻ്റെ ഉള്ളിൽ ചെയർപേഴ്സൺ ആൻഡ് 62 years in the case of other full-time member whichever is earlier, and they shall be eligible for appointee subject to age consideration. ഇതിന് പുറമെ അവിടെ എന്താ പറയുക, പാർട്ട് ടൈം മെമ്പർ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം നോട്ട് എക്സീഡിംഗ് 5 years. The next one is duties, powers and function. അടുത്തതായിട്ട് അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്. IRDAയുടെ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. The authority shall have the duty to regulate, promote and ensure orderly growth of the insurance and reinsurance business in India. Its functions include, അതായത് അതോറിറ്റി ഷാൾ ഹാവ് എ ഡ്യൂട്ടി ടു റെഗുലേറ്റ്. അതായത് IRDA എന്ന് പറയുന്ന അതോറിറ്റി ആക്ടിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റെഗുലേറ്റ്, പ്രൊമോട്ട് ആൻഡ് എൻഷുർ ഓർഡർലി ഗ്രോത്ത് ഓഫ് ദ ഇൻഷുറൻസ് ആൻഡ് റീഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇൻഷുറൻസും റീഇൻഷുറൻസും കൊണ്ടുവരിക എന്നുള്ളതാണ്. Then functions of IRDA. First one is issue to the applicant's certification of registration, renew or modify, withdraw, suspend or cancel such a registration. First of all, IRDA Actile and the functions in the issue to the applicant certificate of registration. അതായത് ഇൻഷുറൻസ് ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നതാണ്. റിന്യൂ ഓർ മോഡിഫൈ, വിഡ്രോ, സസ്പെൻഡ് ഓർ ക്യാൻസൽ സച്ച് രജിസ്ട്രേഷൻ. അതായത് ഒരു പുതിയ ഇൻഷുറൻസ് സ്ഥാപനം ആരംഭിക്കാനുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. റിന്യൂ ഓർ മോഡിഫൈ ഓർ വിഡ്രോ, റിന്യൂ ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. സസ്പെൻഡ് ഓർ ക്യാൻസൽ സച്ച് രജിസ്ട്രേഷൻ, അത്തരത്തിലുള്ള രജിസ്ട്രേഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള
റൈറ്റ് കൂടെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഫങ്ഷൻസ്, ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് IRDA? IRDAയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ IRDA എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് IRDA എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് IRDA, വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് IRDA, പവേഴ്സ് ഓഫ് IRDA ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് IRDA. then അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഈസ് issue to the applicant certificate of registration, renew or modify, withdraw, suspend or cancel such registration. ഒരു ഇൻഷുറൻസ് ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയോ അത് റിന്യൂ ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള, ക്യാൻസൽ ചെയ്യാനൊക്കെയുള്ള അധികാരം, ദെൻ ക്യാൻസൽ സച്ച് രജിസ്റ്റർ, അതൊക്കെ ചെയ്യാനുള്ള അധികാരമുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഇത് IRDA എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂ ടു ദ അപ്ലിക്കൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, റിന്യൂ ഓർ മോഡിഫൈ, വിഡ്രോ, സസ്പെൻഡ് ഓർ ക്യാൻസൽ സച്ച് രജിസ്ട്രേഷൻ. സെക്കൻഡ് പോയിൻറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് IRDA. സോ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ് ഇൻ മാറ്റേഴ്സ് കൺസേണിംഗ് അസൈനിങ് ഓഫ് പോളിസി, നോമിനേഷൻ ബൈ പോളിസി ഹോൾഡേഴ്സ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അസെറ്റ്മെൻറ്റ് ഓഫ് ക്ലെയിം, സറണ്ടർ വാല്യൂ ഓഫ് പോളിസി ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പോളിസി ഹോൾഡർക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൽ നോമിനേഷൻ ബൈ ദ പോളിസി ഹോൾഡർ, ഒരു പോളിസി ഹോൾഡറിൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ടതോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടതോ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ചോ, സറണ്ടർ വാല്യൂ ഓഫ് എ പോളിസി, സ്വമേധയാ നമ്മളത് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ, സറണ്ടർ എന്ന് പറയുമ്പോൾ വളണ്ടറി ആയിട്ട് നമ്മളത് വളണ്ടറി സെറ്റിൽമെൻറ്റാണ് നമ്മൾ സറണ്ടർ എന്ന് പറയുന്നത്. സറണ്ടർ വാല്യൂ ഓഫ് എ പോളിസി ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. ഇത്തരത്തിലുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും ആ കോൺട്രാക്റ്റിൽ. ഇത്തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പോളിസി ഹോൾഡറെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്. ആൻഡ് തേർഡ് പോയിൻ്റ് ഈസ് സ്പെസിഫൈയിങ് റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ, code of conduct and practical training for insurance intermediaries and agents. അതിൽ പറഞ്ഞ് സ്പെസിഫൈയിങ് റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ, ശരിയായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടായിരിക്കണം, ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫോർ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ് ആൻഡ് ഏജൻറ്റ്സ്. ദെൻ ഫോർത്ത് പോയിൻ്റ് ഈസ് സ്പെസിഫൈയിങ് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഫോർ സർവേയേഴ്സ് ആർ ലോസ് അസസേഴ്സ്. ശരിക്കും കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഏത് രീതിയിലാണ് അത് ചെയ്ത് തീർക്കേണ്ടത് എന്ന് പറയുന്നതിനെയാണല്ലോ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള വശം എന്താണ് ഇതിനവിടെ വ്യക്തമാക്കിയിരിക്കണം. സ്പെസിഫൈങ് ദ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഫോർ സർവൈവേഴ്സ് ആൻഡ് ലോസ് അസസേഴ്സ്. പിന്നെ അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് എഫിഷ്യൻസി ഇൻ ദ കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടാക്റ്റ്. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ഇൻഷുറൻസ് ആൻഡ് റീഇൻഷുറൻസ് ബിസിനസ്. അതായത് പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ്, അതിനെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ദ ഇൻഷുറൻസ് ആൻഡ് റീഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടോ റീഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് അനദർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലിവിങ് ഫീസ് ആൻഡ് അതർ ചാർജസ് ഫോർ ക്യാരിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് ദി ആക്ട്. അതായത് ഇമ്പോസ്ഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നതാണ് ലിവിങ് ഫീസ് ആൻഡ് അതർ ചാർജസ് ഫോർ ക്യാരിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് ദി ആക്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോളിംഗ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ ഓഫ്. അതായത് കോളിംഗ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം. കണ്ടക്ടിങ് എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, അത്തരം ഇൻഷുറൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനോ എൻക്വയറീസോ നടത്താനുള്ള അധികാരമുണ്ട്. ഇൻക്ലൂഡിങ് ഓഡിറ്റ് ഓഫ് ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്, ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ദ ഇൻഷുറൻസ് ബിസിനസ്. അതായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനോ എൻക്വയറീസ് നടത്താനോ അതേ ഇൻസ്പെക്ട് ചെയ്യാനോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനോ ഒക്കെയുള്ള അധികാരം, അതിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, അതിനുള്ള അധികാരം കൂടെ IRDA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ദെൻ അപ്പോൾ ശരിയായിട്ടുള്ളൊരു ഓട്ടോണമസ് ബോഡിയാണ് ടു റെഗുലേറ്റ് പ്രൊമോട്ട് അവിടെ റെഗുലേറ്റ് പ്രൊമോട്ട് ആൻഡ് എൻഷുർ ഓർഡർലി ഗ്രോത്ത് ഓഫ് ദ ഇൻഷുറൻസ് സെക്ടർ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇൻഷുറൻസ് സെക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്തരം ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ റെഗുലേറ്റ് ചെയ്യുകയും അതായത് കൺട്രോൾ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് അവിടെ ഇത് IRDA. Then next one is control and regulation of rates, advantages, terms and conditions that may be offered by insurers in respect of general insurance business and not so controlled and regulated by the tariff advisory committees. Tariff advisory committees. അവിടെ then അവിടെ പറയുന്നത് tariff advisory committee. Control and regulations of a rate, advantages, terms and conditions that may be offered by insurers in respect of general insurance business, not so controlled and regulated by the tariff advisory committee. The next point is specifying the form and manner in which books of account shall be maintained and statement of account shall be rendered by insurers and other insurance intermediaries. The next point is regulating investment of fund by insurance company. Regulating investment of fund. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സിനെ കുറിച്ച് റെഗുലേറ്റ് ചെയ്യുക. റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബൈ ഇൻഷുറൻസ് കമ്പനീസ്. റെഗുലേറ്റിംഗ് മെയിൻ്റനൻസ് ഓഫ് മാർജിൻ ഓഫ് സോൾവൻസി. ദെൻ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടോ അതേപോലെ തന്നെ അത്തരം സ്ഥാപനങ്ങളുടെ സോൾവൻസിയെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക. റെഗുലേറ്റിംഗ് മെയിൻ്റനൻസ് ഓഫ് മാർജിൻ ഓഫ് സോൾവൻസി. ആൻഡ് adjudication of dispute between insurers and intermediaries or insurance intermediaries. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നേരിടുക എന്നുള്ളതാണ്. ദെൻ സൂപ്പർവിഷൻ ദ ഫങ്ഷനിങ് ഓഫ് ദ താരിഫ് അഡ്വൈസറി കമ്മിറ്റി. The next one is specifying the percentage of premium income of the insurer to scheme and promoting regulating professional organization connected with the insurance and reinsurance business. Then next point is specifying the percentage of life insurance business and general insurance business to be undertaken by the insurer in the rural or social sector. ഇനി നമുക്ക് പറയുന്നത് സ്പെസിഫൈയിങ് ദ പേഴ്സൻറ്റേജ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സിനെ കുറിച്ചോ ഇൻ ദ റൂറൽ ഓർ സോഷ്യൽ സെക്ടർ ഇതിനെക്കുറിച്ചൊക്കെ സ്പെസിഫൈ ചെയ്യുക. അതേസമയം അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് വ്യക്തമാക്കാം. എക്സസൈസിങ് സച്ച് അതർ പവേഴ്സ് എസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള പവേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് IRDA ഈസ് ടു ആക്ട് ആസ് എ റെഗുലേറ്ററി അതോറിറ്റി. ശരിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയിരിക്കണം. IRDA എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, റെഗുലേഷൻ ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. ദ പ്രൈം ഒബ്ജക്റ്റ് ഓഫ് IRDA ഈസ് ടു റെഗുലേറ്റ് ദ ഇൻഷുറൻസ് കമ്പനീസ്. ഇവിടെ ദ അൾട്ടിമേറ്റ് എയിം ഓഫ് IRDAയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ആക്ട് ആസ് എ റെഗുലേറ്ററി അതോറിറ്റി ടു ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഇൻഷുറൻസ് ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഇൻഷുറൻസ് ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് IRDAയുടെ എയിം. The ultimate aim of IRDA is to act as a regulatory authority to facilitate development of insurance industry in India and to protect the interest of the insurance policy holders in the country. അതേ സമയം അവിടെ എന്ത് ചെയ്യണം? ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് എയിം ഓഫ് IRDA ഈസ് ടു ആക്ട് ആസ് എ റെഗുലേറ്ററി അതോറിറ്റി to facilitate development of insurance industry in India and to protect the interest of the insurance policy holders in the country. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. വാട്ട് ഈസ് മെൻ ബൈ IRDA? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട്. അതിനെയാണ് IRDA ആക്ട് എന്ന് പറയുന്നത്. 1909 IRDA ആക്ട് എന്നുള്ള ഇതാണ് അറിയപ്പെടുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് IRDA എന്ന് പറയുന്നത്. അത്തരം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതുപോലെ തന്നെ റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് IRDAക്ക് ഉണ്ട്. അതേപോലെ തന്നെ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ്, എല്ലാ പോളിസി ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം നോമിനേഷൻ, അസൈൻമെൻറ്റ് ഓഫ് പോളിസി, നോമിനേഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം, സറണ്ടർ വാല്യൂ ഓഫ് പോളിസി, അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട്
കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത്തരമുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പോളിസി ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഇത് IRDA എന്ന് പറയുന്നത്. മാത്രമല്ല ഈ IRDA ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ദെൻ അത്തരത്തിൽ ഒരു സ്ട്രക്ചർലി ഡെവലപ്മെൻറ്റ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ സ്ട്രക്ചർലി ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇൻഷുറൻസ് സെക്ടറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് IRDAയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു essay ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടെ തന്നെ IRDA ആക്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ടോപ്പിക് ലൈഫ് ഇൻഷുറൻസ് സിനാരിയോ ഇൻ ഇന്ത്യ. ഇനി ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചിട്ടൊരു ചെറിയ ഒരു അവലോകനം എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, അതെങ്ങനെയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ ഇൻഷുറൻസ് ഹാസ് എ ഡീപ്പ് റൂട്ടഡ് ഹിസ്റ്ററി. നമ്മുടെ രാജ്യത്ത് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡീപ്പ് റൂട്ടഡ് ഹിസ്റ്ററി തന്നെ ലൈഫ് ഇൻഷുറൻസിനുണ്ട്. ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് മനു ഇൻ മനുസ്മൃതി, ദെൻ യജ്ഞവൽക്യ ഇൻ ധർമ്മശാസ്ത്ര, കൗടില്യ ഇൻ അർത്ഥശാസ്ത്ര, വി ക്യാൻ സീ ദ മെൻഷൻ ഓഫ് ഇൻഷുറൻസ്. The above writings say about the pooling of resources in order to meet the natural calamities like flood, droughts, etc. അതായത് പുരാതന കാലം മുതൽക്ക് തന്നെ നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ കലാമിറ്റീസിനെ നേരിടാനായിട്ട്, നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുമ്പോൾ ഫ്ലഡ് അല്ലേ, എർത്ത് ക്വയ്ക്ക്, ഡ്രോട്ട് വരൾച്ച, ഇതൊക്കെ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസാണ്. ഇത്തരം നാച്ചുറൽ കലാമിറ്റീസിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു റിസോഴ്സസ് കരുതി വയ്ക്കുക എന്ന് പറയുന്നത് പുരാതന കാലം മുതലൊക്കെ ഉള്ളൊരു സിസ്റ്റമാണ്. ദ ഇയർ 1818 saw the advent of the life insurance business in India is the establishment of the Oriental Life Insurance business in Calcutta. 1818 ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി കൽക്കത്തയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബട്ട് ദിസ് കമ്പനി വാസ് ലിക്വിഡേറ്റഡ് ഇൻ 1834. 18 ആവിഷ്കരിക്കുകയും 1834 അത് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 34. And in 1829 the Madras Equitable and began transacting life insurance business in Madras Presidency. In 1870 the Britishers passed the British Insurance Act, and in the last 3 decades of the 18th century 3 companies were Bombay Mutual, Oriental and Empire of India were started in Bombay Presidency. ബോംബെ പ്രസിഡൻസിയിലെ 3 ബോംബെ പ്രവിശ്യകളിലായിട്ട് 3 ഇൻഷുറൻസ് കമ്പനികൾ ബ്രിട്ടീഷ് ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദിസ് പീരീഡ് സം ഫോറിൻ കമ്പനീസ് ഓൾസോ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. അതേസമയം തന്നെ 1871, 1874, 1897 എന്നൊക്കെ പറയുന്ന ആ ഒരു 19th സെഞ്ച്വറിയിൽ തന്നെ എന്തുണ്ടായിട്ടുണ്ട്, ബ്രിട്ടീഷിൻ്റെ ആഭിമുഖ്യത്തോടുകൂടി അവരുടെ ആക്ട് പ്രകാരം ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ഇൻ 1914 the government of India started publishing returns of insurance business in India. The Indian Life Insurance Act 1912 was enacted to regulate life insurance business in India. In 1928, Indian Insurance Companies Act was passed to enable the Indian government to collect statistical information about life insurance companies. Later, the government enacted the Insurance Act in 1938 with a view to protect the interests of the insurance policy holders in India. പിന്നീട് 1914 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് പബ്ലിഷിംഗ് റിട്ടേൺസ് ഓഫ് ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. The Indian Life Insurance Act 1912 was enacted to regulate life insurance business in India. In 1928, the Indian Insurance Companies Act was passed to enable the Indian government to collect statistical information about life insurance companies. Later, the government enacted the Insurance Act in 1938 with a view to protect the interest of the insurance policy holders. പിന്നീട് Government of India took some constructive steps to regulate the life insurance business in India. Consequently, the government nationalized life insurance business. 1938 ഇൻഷുറൻസ് ഒക്കെ ആരംഭിച്ചെങ്കിൽ കൂടി പിന്നീട് 1956 നാഷണലൈസ്ഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. Life Insurance Corporation was established in 1956. Recently, number of private sector companies entered into life insurance business. ഇന്ന് ഒരുപാട് കമ്പനികൾ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. Many Indian companies entered into foreign collaborations
Some of the newly emerged companies in the field are HDFC, Standard Life Insurance Company Limited, ICICI Prudential Life Insurance Company Limited, Kotak Mahindra Life Insurance Company Limited, and SBI Life Insurance Company Limited, then ING Vaishya Life Insurance Company Limited, Alliance Bajaj Life Insurance Company Limited, MetLife India Assurance Company Limited, Max New York Life Insurance Company Limited, Bharati AXA Life Insurance Company, and Birla Sun Life Insurance Company. All these companies are registered in IRDA. ഇത്തരം കമ്പനികളെല്ലാം തന്നെ IRDAയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനീസാണ്. ഇതാണ് ഒരു ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ലൈഫ് ഇൻഷുറൻസ് സിനാരിയോ ഇൻ ഇന്ത്യ എന്നുള്ളതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് മെൻ ബൈ ബാൻക അഷുറൻസ് പറയാറുണ്ട്. ബാൻക അഷുറൻസ്, ബാൻക അഷുറൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും കാണാറുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ബാൻക അഷുറൻസ്? സെല്ലിംഗ് ലൈഫ് അഷുറൻസ് ആൻഡ് അതർ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ബൈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇവിടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി തന്നെ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് ബാൻക അഷുറൻസ് എന്ന് പറയുന്നത്. BANCASSURANCE, ബാൻക അഷുറൻസ്. ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഷുറൻസ് ഇൻ ബാൻക അഷുറൻസ്. അതായത് ഇപ്പോൾ ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിൽ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഷുറൻസ് ഈസ് ബാൻക അഷുറൻസ്. ദ ടേം ബാൻക അഷുറൻസ് ഈസ് കോയിൻഡ് ബൈ കമ്പൈനിങ് ദ 2 വേർഡ്സ്. 2 വേർഡ്സ് കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ബാൻക അഷുറൻസ് എന്ന് പറയുന്ന ടേം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ 2 വേർഡ്സ്, ദാറ്റ് ഈസ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ്. ആ 2 വേർഡുകൾ ഏതായിരുന്നു? ഒന്ന് ബാങ്കും അതേപോലെ തന്നെ ഇൻഷുറൻസും. ഈ ബാങ്കിങ്ങും അതേപോലെ തന്നെ ഇൻഷുറൻസും കൂടെ മെർജ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ടേമാണ് ഇത് ബാൻക അഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് distribution of insurance product through banking channels. What is meant by bank assurance? It means distribution of insurance product through banking channels. അതായത് സെല്ലിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഇൻഷുറൻസ് പ്രോഡക്റ്റുകളെല്ലാം തന്നെ ബാങ്കിങ് ചാനൽസ് വഴി ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാൻക അഷുറൻസ് എന്ന് പറയുന്നത്. ബാൻക അഷുറൻസ്, it is a long standing dream of offering service of banking, life insurance and non-life insurance. Banks with over 65,000 branches and 65% of the household investments are the backbone of the Indian financial market. It is considered as the channel of insurance. Insurance has a unlimited exposure to Indian consumers. Thus, the bank assurance is used to describe the partnership or relationship between bank and an insurance company, whereby the insurance company uses the bank's sales channel to sell insurance products. Now, many private banks have entered into a MOU, Memorandum of Understanding, to sell insurance product through their marketing channels. That term is called as bank assurance. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മെന്റ് ബൈ ബാൻക അഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിങ് ചാനൽ വഴി ഇൻഷുറൻസിൻ്റെ പ്രോഡക്റ്റുകളോ സർവീസുകളോ എത്തിക്കുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാൻക അഷുറൻസ് എന്ന് പറയുന്നത്. അവിടെ ദ ടേം ബാൻക അഷുറൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പാർട്ട്ണർഷിപ്പ് ഓഫ് relationship between bank and assurance company, whereby the insurance company uses bank's sales channel to sell insurance product. Now, many private sector banks have entered into MOU to sell insurance product through their marketing channels. This term is called as bank assurance. ഇത്രയുള്ളൂ സെല്ലിംഗ് ഓഫ് ലൈഫ് അഷുറൻസ് ആൻഡ് അതർ ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ബൈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ബാൻക അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ ടോപ്പിക്കിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നോക്കാം. Then what is meant by IRDA? IRDA, Insurance Regulatory Authority Act. Insurance Regulatory and Development Authority Act. IRDA Act 1999 പാസ്സാക്കിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഫങ്ഷൻസ്, ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ആൻ IRDA? IRDAക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? The main aim of IRDA is to regulate, promote and ensure the orderly development of the
ഇൻഷുറൻസ് സെക്ടറിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് IRDAയുടെ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊരു 15-16 പോയിൻറ്റ്സ് ഉണ്ട്. ആ 16 പോയിൻറ്റ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ചു നോക്കി IRDA കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് വാട്ട് ആർ ദി ലൈഫ് ഇൻഷുറൻസ് സിനാരിയോ ഇൻ ഇന്ത്യ. ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും അതിൻ്റെ സിനാരിയെക്കുറിച്ചും പറയാമെന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് സിനാരിയോ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇത് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ 1938-ലും 1956-ലെ നാഷണലൈസേഷൻ പറഞ്ഞു, 1972-ലെ ജനറൽ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതൊക്കെയാണ് സിനാരിയോ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. മുൻപ് കാലഘട്ടങ്ങളിൽ 1818 തന്നെ അന്ന് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചിട്ടുണ്ടെന്നതിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ മനുസ്മൃതികളിലും അർത്ഥശാസ്ത്രയുടെ ദെൻ കൗടില്യ അർത്ഥശാസ്ത്രം അതിലൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇൻഷുറൻസ്, അതായത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ആ റിസ്കിനെ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യുക, നഷ്ടം പരിഹരിച്ചു കൊടുക്കുക, സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ആശയം മുൻ കാലഘട്ടങ്ങളിൽ തന്നെ നിലനിന്നിരുന്ന ഒരു ആശയമാണ്. അത് ദെൻ ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ ഒന്നുകൂടെ അത് ഡെവലപ്പ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അത്രയാണ് അതിൽ പറയാനുള്ളത്. ലൈഫ് ഇൻഷുറൻസ് സിനാരിയോ ഇൻ ഇന്ത്യ. പിന്നെ ലാസ്റ്റ് ടോപ്പിക് നമ്മൾ പറഞ്ഞത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വാട്ട് ഇസ് മെന്റ് ബൈ ബാങ്ക് അഷുറൻസ് എന്ന് പറയുന്ന ടേം. ബാങ്ക് അഷുറൻസ് ഈസ് ടു ദെൻ ദ മീനിങ് ഓഫ് ബാങ്ക് അഷുറൻസിലെ distribution of insurance product through banking channels, selling of life insurance and other insurance product and services by banking institutions, that is also called as bank assurance. അതിനെയാണ് ബാങ്ക് അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്, നന്നായിട്ട് തന്നെ വായിച്ചു നോക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു all.